ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചപ്പാത്തിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തി മാവ് റെഡിയാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ചപ്പാത്തി മാവ് റെഡിയാക്കാനായിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാവ് ആദ്യം തന്നെ റെഡിയാക്കിയതുകൊണ്ട് അതിൽ നിന്നും ഉരുളകളാക്കി വെച്ചിട്ടുള്ള ഒരു ഉരുള എടുത്ത് നമ്മൾ പൊടി തൂവി പരത്തിയെടുക്കാൻ പോവാണ് കേട്ടോ. ഒത്തിരി തിന്നാക്കി പരത്തേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു ചപ്പാത്തി ഇതവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, പഞ്ചസാരയാണ്. നമ്മൾ ഇന്ന് പഞ്ചസാര ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പഞ്ചസാര 1 ടീസ്പൂൺ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മധുരം കുറച്ചുകൂടി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് പതിയെ ഇതുപോലെ ഒന്ന് ആ സെൻറ്ററിൽ മാത്രം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അറ്റത്തേക്കൊന്നും നമ്മൾ പരത്തരുത്, ആ സെൻറ്ററിൽ മാത്രം മതി. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ 4 സൈഡും ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് കൈ വെച്ച് ഇതുപോലെ പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സ്ക്വയർ പോലെ കിട്ടും നമ്മുടെ ചപ്പാത്തി. അപ്പോൾ മധുരം കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഈ ചപ്പാത്തി തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കെന്ന് മാത്രമല്ല, മധുരം ഇഷ്ടപ്പെടുന്ന വലിയവർക്കും ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു ചപ്പാത്തി. അങ്ങനെ നമ്മൾ ചപ്പാത്തി സ്ക്വയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്തിട്ട്, ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് അതിന് മുകളിലും കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ റോളർ വെച്ചിട്ട് അതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഈ മടക്കിയതിന് ശേഷം പരത്തുമ്പോഴായാലും ഒത്തിരി തിന്നാക്കി പരത്തരുത്. കാരണം അപ്പോൾ നമ്മുടെ ആ പഞ്ചസാര ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അത് ഓട്ടയായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മൾ ഒരു മീഡിയം തിക്നെസ്സിൽ നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ പരത്തുമ്പോൾ തന്നെ അതിനുള്ളിൽ ഇട്ടിട്ടുള്ള ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണാം നമുക്ക് ആ ചപ്പാത്തിയിൽ. കണ്ടില്ലേ, നല്ല രസമാട്ടോ ഈ ഒരു രീതിയിൽ അത് കാണുമ്പോൾ. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് നമുക്കത് 2 ഭാഗവും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അത് ഒരു സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ഗോൾഡൻ സ്പോട്ടുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 സൈഡും ഇങ്ങനെ നമുക്ക് ഗോൾഡൻ സ്പോട്ട് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പഞ്ചസാര ചപ്പാത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് നമുക്ക് പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഡെയിലി കൊടുക്കാൻ പറ്റില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ അവർക്കൊരു സ്നാക്ക്, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്നാക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല മധുരമായതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്